CVT ആയിരുന്നോ? CVT. ഓക്കെ. ഓൾവേസ് ഓൺ ആണോ? ഓൾവേസ് ഓൺ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൺ ആണ്. ഓ ശരി ശരി ശരി. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. സീറ്റ് ലോക്കായ? ഇത് അഡീഷണൽ ഫിറ്റിംഗ്സ് ആണ്. ഓക്കെ. എക്സസറി ആയിട്ടായിരുന്നു. ആക്സസറീസ് ആയിട്ട് വരും. ഓഫ് ചെയ്തോണല്ലോ റൈറ്റിലുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ. പവർ ഉണ്ടല്ലേ? ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഇതെല്ലാം ട്യൂണിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. CVT കുറച്ച് പണ്ടേ പവറുണ്ട്, ലാഗും വരുന്നില്ല. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 7 സ്റ്റെപ്പാണ് CVT വരുന്നത്. ഓക്കെ. നമുക്ക് സ്റ്റാർട്ടിംഗ് പോലെ ഉള്ളതാണ് ഒരു ഫീച്ചർ. നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ CVT പാഡ് ഷിഫ്റ്റേഴ്സ് വരും. എങ്ങനെ വേരിയൻസ് ഒക്കെ എങ്ങനെ? വേരിയൻസ് നമുക്ക് 3 വേരിയൻസ് ആണ്. VX, ZX എന്നുള്ള 3 വേരിയൻസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് സെയിം സ്റ്റീരിയോ ഉൾപ്പെടെ തന്നെയാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ, സെയിം സ്റ്റീരിയോ ഉണ്ടാവും. പിന്നെ ഓട്ടോ ക്ലൈമറ്റുള്ള AC ആയിരിക്കും, ഇതിലെ നോർമൽ AC ആണ്. ഇതിപ്പം VX ആണോ? ഇത് ZX ആണ്. ഈ അഡാസ് വരുന്ന വേരിയന്റ്. ലെവൽ 2 അഡാസ് നമുക്ക് ഇത്രയും നാൾ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നാൾ ഒരു ഈ ഒരു ടോപ്പ് എൻഡ് മാനുവലിന് 1180 ഓൺ റോഡ്. അതിലുൾപ്പെടെ നമുക്ക് അഡാസ് വരുന്നത്. കോമ്പറ്റീഷൻ വരുന്നത് ഡിസയർ ഒക്കെ? ഡിസയർ ആണ്. ഡിസയർ വരുന്നുണ്ട്, പിന്നെ ഹുണ്ടായി ഔറ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 950 മുതൽ സ്റ്റാർട്ടിങ് മാനുവൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരു 1060 മുതൽ സ്റ്റാർട്ടിങ് വരും. ഓക്കെ. അതിന്റെ വേറെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് CVTയും 7 സ്റ്റെപ്പ് CVT എല്ലാമാണ് വിത്ത് പാഡ് ഷിഫ്റ്റേഴ്സ് എല്ലാം തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ വരും. സെയിം തന്നെ എല്ലാ വേരിയൻസിനും ഓട്ടോമാറ്റിക്? എല്ലാ വേരിയൻസിലും ഓട്ടോമാറ്റിക് ആണ്. സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് 3 വേരിയന്റ് വരുന്നുള്ളൂ. VX, ZX എന്നുള്ള 3 വേരിയന്റ്. സ്റ്റാർട്ടിങ്ങിൽ ഇല്ലാത്തതായിട്ടുള്ളത് നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല. സെയിം LED ഓട്ടോ ഹെഡ് ലാമ്പ് ഉണ്ടാവും, ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല. LED ഫോഗ് ലാമ്പ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. പിന്നെ 14 ഇഞ്ച് ടയേഴ്സ് വിത്ത് വീൽ കപ്പ് ആയിരിക്കും, അലോയ്സ് ആയിരിക്കത്തില്ല, വീൽ കപ്പ് ആയിരിക്കും വരുന്നത്. പിന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. VX തൊട്ടടുത്ത വേരിയന്റ് മുതലായി റിവേഴ്സ് ക്യാമറ വരുന്നത്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പും ബട്ടണും VX മുതലാണ്, സെക്കൻഡ് വേരിയന്റ് മുതലാണ് സ്റ്റാർട്ട് സ്റ്റോപ്പും ബട്ടൺ എല്ലാം വരുന്നത്. നോർമലി T ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഇവിടെ ഒരു ബട്ടൺ എന്താണ് MS? ഏതാണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആംബിയൻ ലൈറ്റിന്റെയാണ് ഇതെല്ലാം ഒരു ലൈറ്റ് വരുന്നത്. അത് അഡീഷണൽ സ്റ്റെപ്പാണ്. ഓക്കെ. ഫുള്ളി ആക്സസറീസ് ചെയ്ത വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ചെയ്തേക്കുന്ന വണ്ടി. ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളേ ഉള്ളൂ, അപ്പൊ കസ്റ്റമേഴ്സിനെ കാണിക്കാനായിട്ട് ചെയ്ത വണ്ടി. രണ്ടിടത്തും വരുന്നു. പഴയതിന്ന് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ്. മുന്നേ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ള കൺസേൺ ആയിരുന്നു ബാക്കിൽ AC ഇവന്റ് വരുന്നില്ല എന്നുള്ളത്. അമേസിൽ ഇപ്പൊ നമുക്ക് ബാക്കിൽ AC ഇവന്റ് ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് വയർലെസ് ആയിട്ട് വൈഫൈ ത്രൂ നമുക്ക് ഇതിനകത്ത് വരും. പിന്നെ ഈ ലെവൽ 2 അഡാസ് സിസ്റ്റവും നമുക്ക് ഈ ഒരു റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ എല്ലാത്തിലും വരുന്നു. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോ ക്ലൈമറ്റുള്ള AC പോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പ്സും അതേപോലെ അഡാസിന്റെ ഒരു 3-4 ഫീച്ചേഴ്സും കൂടെ ഈ ഒരു ടോപ്പ് എൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം, അതേപോലെ ഓട്ടോ ഹൈ ബീം, അതേപോലെ അതെല്ലാം വരുന്നത് ടോപ്പിൽ അഡാസിൽ വരുന്ന വേരിയന്റിലെല്ലാം വരുന്നത്.
ഡ്രൈവിംഗ് മോഡ്സ് വല്ലതും ഉണ്ടോ? നമുക്ക് ഒരു സ്പോർട്സ് മോഡ് ഇവിടെ അത് മുന്നേ ഉള്ളത് തന്നെയാണ്, സീറ്റിലുള്ളത് തന്നെയാണ്. ഡ്രൈവ് മോഡിലൂടെ താഴോട്ട് കുറച്ചുകൂടെ RPM ഹോൾഡ് ചെയ്യല്ലേ? ഈ ഒരു ഹോണാ വരുന്നത്? ഈ ഒരു ഹോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോണാണ്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് ഹോണ്ട ജെനുവിൻ ആയിട്ട് വരുന്ന ഹോണാണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചറായി നമുക്കൊരു ലെഫ്റ്റ് സൈഡിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ ഒരു ക്യാമറ ഇപ്പം നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് സ്ക്രീനിൽ കാണാം. എപ്പോഴും ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ട് വരുന്ന ഈ ലെഫ്റ്റ് സൈഡ് ആണ്. നമുക്ക് ഫുൾ ടൈം വേണമെങ്കിലും ഓൺ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ടുണ്ടോ? റൈറ്റിലില്ല, ലെഫ്റ്റ് സൈഡ്. റൈറ്റിലാകുമ്പോൾ വീണ്ടും വിസിബിൾ ആണ്, നമുക്ക് ഒട്ടും കാണാൻ പറ്റാതായിട്ട്. CVT-യുടേതായിട്ടുള്ള ഒരു ഏരപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ ഭയങ്കര കംഫോർട്ടായിട്ട് തോന്നി. സസ്പെൻഷൻ ഒക്കെ എല്ലാം സ്റ്റിയറിംഗ് ആണെങ്കിലും നേരത്തെ കുറച്ച് ഹാർഡ് എന്നുള്ളൊരു ഫീല് നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആയിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ടെയിൽ ലൈറ്റ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. നമ്മളൊരു സിറ്റി മോഡൽ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ലുക്ക് മൊത്തം നമുക്കൊരു ഫ്രണ്ടിൽ നോക്കിയ ഒരു ബോക്സി XUV പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. സെഡാൻ എന്നുള്ളൊരു ഫീല് വരുന്നത്. സിറ്റിയുടെ ഒരു ടൈപ്പ് ഓഫ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. ലോകം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. സ്റ്റാർട്ടിംഗ് തൊട്ട് ഡിജിറ്റലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ജസ്റ്റ് കയറുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം പുറത്തുനിന്ന് തന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാൻ പറ്റും. ഈ ഒരു വെയിലത്ത് കിടക്കുന്ന കണ്ടീഷനിലെല്ലാം കീ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിടാൻ പറ്റും. ഫോൺ ത്രൂ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ കയ്യിലുള്ള കീ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് മോഡിലാണോ AC കിടക്കുന്ന ആ മോഡിൽ വണ്ടി ഒന്ന് കൂളാവുകയും ചെയ്യും. കീ എങ്ങനെ ലൈക്ക് ഇത് ലോങ് പ്രസ് ആണോ? ലോങ് പ്രസ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്യുക, ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ഈ ഒരു ഹോൾഡിനകത്ത് ലോങ് പ്രസ് ചെയ്താൽ മതി, വണ്ടി സ്റ്റാർട്ട് ആയി. ഈ സമയത്ത് വണ്ടി വേറൊരാൾക്ക് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഗിയറിന്റെ പാർക്കിംഗ് മോഡിലാണെങ്കിൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ. അല്ലാണ്ട് ഒരു വേറൊരാൾക്ക് ഇതിന് ഉള്ളിൽ കയറാനോ അല്ലെങ്കിൽ ഈ പാർക്കിംഗ് മോഡിൽ നിന്ന് ബാക്കിലോട്ട് ഗിയർ മാറ്റാനോ പറ്റില്ല. ഇതിൽ ബാക്കിലോട്ട് മാറ്റി കഴിഞ്ഞാൽ എഞ്ചിൻ ഓൺ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി. അപ്പം പുറത്തൊക്കെ നോക്കാം.
മൈക്ക് ഓഫ് ചെയ്തായിരുന്നു. ആ കുഴപ്പമില്ല. പുള്ളി മാരുതിയുടെ ഫാനാ. ഡിസയർ ഫാനാണോ? പിന്നെ ബ്രിസയുടെ. ഓക്കെ. ഇത് സീറ്റ് കവേഴ്സ് ആണോ? ഇത് സീറ്റ് കവേഴ്സാ. ഓക്കെ. ഞാൻ ശരി സ്റ്റോക്ക് വരുന്നത് എങ്ങനെയാണോ? അല്ലാണ്ട് ചെയ്താ. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ലൈക്ക് ഓഫേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? നമുക്ക് പുതിയ വണ്ടിക്ക് ഇപ്പം നിലവിൽ ഇറങ്ങിയതേ ഉള്ളതുകൊണ്ട് ഓഫേഴ്സ് ഒന്നും വരുന്നില്ല. ഇപ്പം എത്ര ആളായി ലോഞ്ച് ചെയ്തിട്ട്? നമുക്ക് ഒരു മന്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഡിസംബറിലായിരുന്നു ഒഫീഷ്യൽ ലോഞ്ച്. വണ്ടി കിട്ടി തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ജനുവരി ആയതേ ഉള്ളൂ. നമുക്ക് ബുക്കിംഗ് കിടപ്പുണ്ട്, അതുകൊണ്ട് വണ്ടി വെയിറ്റിംഗ് ആണ്. ഓ ശരി ശരി. വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്? വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എത്ര നാള്? നമുക്കൊരു ഏകദേശം ഒരു 25 days തൊട്ട് 40 days വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഓക്കെ. അപ്പം ആസ് ഓഫ് നൗ ലൈക്ക് ഓഫേഴ്സ് ഒന്നും ഇല്ല? ഓഫേഴ്സ് നിലവിലെ ഓഫേഴ്സ് ഒന്നും വരുന്നില്ല. ഇപ്പം നിലവിൽ നമുക്കൊരു ഓഫർ പ്രൈസ് ആയിരുന്നു ഈ മന്ത് ഒരു പകുതി വരെ, ഫെബ്രുവരി വരെ. കാര്യം വെച്ചാൽ ഇപ്പോഴാണ് ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് അടുത്തുള്ള പ്രൈസ് കൂടിയത്. അത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പേയ്മെന്റ് അടച്ച് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ചിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത വരും മാസങ്ങളിൽ ഓഫേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറങ്ങിയതുകൊണ്ട് നിലവിൽ ഓഫേഴ്സ് ഒന്നും വരുന്നില്ല. റിസർവ് ആയതല്ലേ ഉള്ളൂ അത്യാവശ്യം? പിന്നെന്താ, എന്ത് മൈലേജ് ഉണ്ട് നമുക്ക്? ആവറേജ് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് 19.5 ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു ട്രാഫിക്കിലെ റോഡിൽ നമുക്കൊരു 16 അതിന് മേളിലോട്ട് ആവറേജ് കിട്ടും. പ്രതീക്ഷിക്കാം. 16 ആവറേജ് നമ്മളെ കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ്. ഓക്കെ. നിങ്ങൾ ARI സർട്ടിഫൈഡ് ഒക്കെ എത്രയാണ്? ലൈക്ക് നിങ്ങളുടെ കമ്പനി ബ്രൗഷറിലൊക്കെ പറയുന്നത് 90.5 ആണ്. ഓക്കെ. അത് നമുക്ക് എത്ര നല്ല റോഡിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ച മൈലേജ് ആണ്. അത് പറയുന്നില്ല. നമുക്കൊരു ആവറേജ് ഒരു 16. പിന്നെ നമ്മളൊരു എലിവേറ്റഡ് ക്ലബ്ബ് അങ്ങനെയുള്ള അമേസിന്റെ ക്ലബ്ബ് എല്ലാം ജസ്റ്റ് ഫേസ്ബുക്കിലെല്ലാം ഉണ്ട്, സെർച്ച് ചെയ്താൽ അറിയാം. അതിനകത്ത് ഓരോരുത്തർ കിട്ടുന്ന മൈലേജ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉൾപ്പെടെ നമുക്ക് ആവറേജ് മൈലേജ് നമ്മൾ ഒരു 10 അല്ലെങ്കിൽ 15 വരെ കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 15 അല്ലെങ്കിൽ 16 ആണ് ആവറേജ്, കസ്റ്റമർ ഫീഡ്ബാക്ക് ഉൾപ്പെടെ. ഓക്കെ. ഇതിന്റെ ഒരു എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ എത്ര? 1.2 ആണ്, 1200 cc ആണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്. പവർ ഫിഗേഴ്സ് നമുക്ക് 19 PS പവർ വരുന്നുണ്ട്. ഹോണ്ടയ്ക്ക് 3 സിലിണ്ടർ എഞ്ചിൻ വരുന്നില്ല, 4 സിലിണ്ടർ എഞ്ചിൻ. അത് നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ടർബോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമുക്ക് അതിൽ തന്നെ മാക്സിമം പവർ കിട്ടുന്നുണ്ട്. ഈ സംഭവം കൊള്ളാം. ക്യാമറ വരുന്നത് ലെസ് സൈഡിൽ നമുക്കൊരു മൈനസ് തൊട്ട് നമുക്ക് ഫുൾ ടൈം വേണമെങ്കിൽ ഇത് ഓൺ ആക്കി ക്യാമറയിലോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ പറയത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ നമുക്ക് നിലവിലിപ്പോൾ ഒരു നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ 3 year അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറണ്ടി നിലവിൽ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എനി ടൈം 10 year വരെ നമുക്ക് വാറണ്ടി വണ്ടിക്ക് എടുക്കാൻ പറ്റും. നിലവിൽ ഒരു കാർ ഫീൽഡിൽ വേറൊരു ബ്രാൻഡും ഇത്രയും അഷ്യോർഡ് ആയിട്ട് വാറണ്ടി കൊടുക്കുന്നില്ല. 7 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ അറ്റ് എ ടൈം വണ്ടി നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പം ഏതൊരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പരിധി ഉണ്ടാവും, അല്ലെങ്കിൽ വർഷത്തിന്റെ പരിധി ഉണ്ടാവും. ഇത് 7 year. നമ്മളൊരു വണ്ടിക്ക് ഒരു മാക്സിമം ഫിനാൻസ് കിട്ടുന്ന 7 വർഷമാണ്. ഈ വണ്ടിയുടെ 7 വർഷം ഫിനാൻസ് കിട്ടുന്ന 7 വർഷവും നമുക്ക് വാറണ്ടി. അതും 3 ലക്ഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ഓടിയാലും വാറണ്ടി കിട്ടും. ഇത്ര കിലോമീറ്റർ പറയുന്നില്ല. ഓ ശരി ശരി. ഒരു സിമ്പിൾ കാണിക്കും അല്ലേ?
വയർലെസ് ചാർജിങ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റും. പക്ഷെ നമുക്ക് നോർമലി സപ്പോർട്ട് ചെയ്യാത്ത ഫോൺ വെച്ചാൽ ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫോൺ ജസ്റ്റ് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. വേറെ പുതിയ ലോഞ്ചസ് ഒക്കെ എന്തെങ്കിലും ഹോണ്ടയിൽ വരാൻ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്കൊരു EV വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് 7 സീറ്ററും പ്ലാനിലുണ്ട്. ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ 2 വർഷത്തിനകത്ത് വരാനുള്ള പ്ലാനുണ്ട്. ഓ ശരി ശരി ശരി. ഓക്കെ, അപ്പം സെയിൽസ് ആൻഡ് റിലേറ്റഡ് എൻക്വയറീസ് ബ്രോയെ കണക്ട് ചെയ്താൽ മതിയല്ലോ? അതെ അതെ. ഓക്കെ, പേര്? പ്രവീൺ. അഭിനന്ദ്. ഓക്കെ, നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഓഡിയോയും കൂടെ ചെക്ക് ചെയ്യാം.